ഹലോ ഗൈസ് ബ്ലോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ കൊല്ലത്തുള്ള വണ്ടർഫാളിൻ്റെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 5 വയസ്സ് മുതൽ 10 വയസ്സുള്ളവർക്ക് 150 രൂപയും 10 വയസ്സിന് മുകളിലുള്ളവർക്ക് 199 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ്. ഈ വണ്ടർഫാൾ വന്നിട്ട് നമ്മുടെ കൊല്ലം ആശ്രമ മൈതാനത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഈ വണ്ടർഫാളിൻ്റെ ഈ പ്രോഗ്രാം ഉള്ളത്. ഇത് വന്നിട്ട് ഓഗസ്റ്റ് 22 മുതൽ 2 മാസം ഇവിടെ ഇത് കാണുന്നതായിരിക്കും. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ വണ്ടർഫാൾ തന്നെയാണ്. ഈ ഓസ്ട്രേലിയയിലും അവിടെയൊക്കെ ഉള്ളത് പോലത്തെ ഈ വെള്ളം ഇങ്ങനെ ചാടി വന്നിട്ട് താഴെ ഡിസപ്പിയർ ആയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അവർക്കിടയിലെ ഫീലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് പ്രത്യേകിച്ച് അവർ ഒരു റൂൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറാൻ നേരത്ത് നമ്മൾ ചെരുപ്പും ഷൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ ഒതുക്കി വെച്ചിട്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഓണ സമയത്ത് ഈ ഫാമിലി ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ടായിരുന്നു. ഞാൻ പോയത് ഒരു രാവിലെ ടൈമിലാണ്. അപ്പോൾ തന്നെ നല്ല ആൾക്കാരുണ്ട്. ഇതിൻ്റെ ടൈമിംഗ് വന്നിട്ട് വീക്ക് ഡേയ്സിലാണെങ്കിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ, വീക്കെൻഡ്സിലാണെങ്കിൽ രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈമിംഗ് വരുന്നത്. പിന്നെ വൈകുന്നേരം 6 മണിക്കാണെങ്കിൽ വണ്ടർഫാളിൻ്റെ അടുത്തൊരു DJ പോലത്തെ ഒരു സെറ്റപ്പും കൂടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഈ വണ്ടർഫാൾ അല്ലാതെ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. സ്കൈ ഡൈനിങ് ഉണ്ട്. അതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 250 രൂപയാണ്. നമുക്കിപ്പോൾ ആകാശത്തിരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ജ്യൂസൊക്കെ കുടിച്ചിരിക്കാവുന്നതാണ്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അതല്ലാതെ ഇവിടെ ഒരു പെറ്റ്സിൻ്റെ ഒരു സംഭവമുണ്ട്. നമുക്ക് ഈ പാരറ്റ്സ്, ലവ് ബേർഡ്സിൻ്റെ ഒക്കെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പോക്കറ്റ് മങ്കി പോലത്തെ ഒരു സംഭവമുണ്ട്. നമുക്ക് അതിനൊക്കെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ആ ഒരു ചെറിയ കുരങ്ങിലൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് 500 രൂപയാണ്. പിന്നെ അതല്ലാതെ നമുക്കിവിടെ ഇഗ്വാനയും പിന്നെ പാരറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ 200, 100 അങ്ങനത്തെ റേറ്റിലൊക്കെയാണ് വരുന്നത്. അതിൻ്റെ വീഡിയോസ് നമ്മൾ ചാനൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇവിടുത്തെ ഈ വണ്ടർഫാൾസിൻ്റെ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ബാക്കി കാഴ്ചയിലേക്ക് കിടക്കാം. ഇതെന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു. മോളിൽ നിന്ന് വെള്ളം എത്ര ഫോഴ്സ് താഴേക്ക് വീഴുമ്പോഴത്തേക്കും അത് താഴെ എത്തുമ്പോഴത്തേക്കും ഡിസപ്പിയർ ആയിട്ട് പോകുന്നത്. ഇത് ഏത് പ്രായക്കാർക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനും അവർക്ക് നല്ല എൻജോയ്മെൻറ്റും ആയിരിക്കും. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത് പോയത് മറ്റേ ഈ ബേർഡ്സിൻ്റെ സെക്ഷനിലേക്കാണ്. ഈ ബേർഡ്സിൻ്റെ സെക്ഷനിലെല്ലാം ബേർഡ്സിന് ഇവിടെ ഓപ്പൺ ആയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. നമുക്കപ്പോൾ ഇവിടെ നിന്ന് ബേർഡ്സ് നടന്നു പോകുമ്പോൾ തന്നെ ഓരോ കിളികളൊക്കെ നമ്മൾ അടുത്തൂടെയൊക്കെ പറന്നു പോവുകയും അതിൻ്റെ കാഴ്ചയൊക്കെ നല്ലൊരു കിടില എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ ഇഷ്ടംപോലെ ലവ് ബേർഡ്സ്, ഫിഞ്ചസ്, അങ്ങനെ പല ഇനം ബേർഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അതിനിവിടെ ആമസോൺ അക്വ പെറ്റ്സ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഇവിടെയാണ് നമുക്ക് പെറ്റ്സിൻ്റെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുള്ളൊരു സംഭവം. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ പാരറ്റ്സ്, പൈത്തൺ, പിന്നെ പോക്കറ്റ് മങ്കി, അതിൻ്റെ കൂടെ ഒക്കെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ റേറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൗസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് നമ്മുടെ റോബോട്ടിക് പരമായിട്ടുള്ള കുറേ ഈ ബീസ്, ഫ്ലവേഴ്സിൻ്റെ അതിൻ്റെയൊക്കെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കിവിടെ ഒരു മത്സ്യകന്യകനെ കാണാം. നമുക്ക് കുറേ മീനിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ പോകുന്ന ഒരു കാഴ്ചയൊക്കെ കാണാം. ഇതിൻ്റെ അടുത്ത് തന്നെ മർമെയ്ഡിൻ്റെ ഷോ ഉണ്ട്. പക്ഷെ നമ്മൾ പോയ സമയത്ത് മർമെയ്ഡ് അവിടെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഫോട്ടോ പോയിൻ്റ് കുറേ സെക്ഷൻസ് ഉണ്ട്. ഈ ഷിപ്പിൻ്റെ മോട്ടർ സെക്ഷൻ, പിന്നെ പേള്, പിന്നെ ബട്ടർഫ്ലൈവിൻ്റെ ഒരു ഊഞ്ഞാലുണ്ട്. അവിടെയൊക്കെ ഫാമിലിയായിട്ടൊക്കെ നിന്ന് കപ്പിൾസിനൊക്കെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അവർക്ക് നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നല്ലൊരു പോയിൻറ്റും കൂടെയാണ്.
അത് കഴിഞ്ഞ് കാണുന്നത് നമ്മൾ എല്ലാ എക്സ്പോയിലൊക്കെ ഉള്ളതുപോലത്തെ നമ്മൾ വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഫർണിച്ചേഴ്സ്, പിന്നെ ഫുഡ് ഐറ്റംസ്, കിച്ചൺ ആവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ ലേഡീസിന് ആവശ്യമുള്ള ജുവൽസ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കാണാം. ബെഡ്ഷീറ്റുകൾ, പിന്നെ കപ്പ്, ബുക്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ നിന്ന് കാണാം. ഒരു വലിയൊരു സ്റ്റാൾ തന്നെ നമുക്കിവിടെ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ഇവിടെ വരുമ്പോഴത്തേക്ക് മാക്സിമം ഇതൊക്കെ കണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ അടുത്തെത്തിയത് ഒരു വലിയൊരു ഫുഡ് കോർട്ടിലേക്കാണ്. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ പേർക്ക് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ് കോർട്ടാണ്. ഇവിടെ പാനിപ്പൂരി, ബേൽപൂരി, അങ്ങനത്തെ ഇഷ്ടം പോലെ ഈ സ്നാക്സ്, പൊറോട്ട, ബർഗർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ചായ, ജ്യൂസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഏത് പ്രായക്കാർക്കും കളിക്കാൻ പറ്റിയ ഒരു ഗെയിം ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊരു ഇഷ്ടം പോലെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ്. അതിന് ഇവിടെ ഒരു മൂൺ വാക്ക് എന്നൊരു സെക്ഷൻ ഉണ്ട്. അത് ഉച്ച തൊട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 12:45 അത് സ്റ്റാർട്ടാവും. അതൊരു 4D രീതിയിലുള്ള തിയേറ്ററാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാന കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് ഓണാഘോഷിക്കുകയാണെങ്കിൽ നമ്മൾ കൊല്ലം ആശ്രമം ഗ്രൗണ്ടും കൂടെ വിസിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് പിന്നെ അടുത്ത വീഡിയോ കാണാം.